ബ്രെഡ് ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പക്കോടയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ അത് തീർച്ചയായും നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബ്രെഡ് പക്കോട ഉണ്ടാക്കാനായിട്ട് ഞാൻ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടിയുടെ അളവ് അതിനനുസരിച്ചിട്ട് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ വെളുത്ത എള്ള്. ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ഒഴിവാക്കാം. ആവശ്യത്തിന് വെള്ളം. എല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എപ്പോഴും കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബാറ്റർ പെട്ടെന്ന് വല്ലാതെ വെള്ളമായിട്ട് പോകും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പതുക്കെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 നുള്ളു ചേർത്താൽ മതിയാവും. എല്ലാം കൂടെ വീണ്ടും നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ചെറുതായി അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഏകദേശം ഒരു 2 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഈ മാവ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ കുറച്ച് സ്ലൈസ് ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്ക് ബാറ്ററിൽ നല്ലപോലെ മുക്കിയെടുക്കാം. 2 സൈഡും നല്ലപോലെ മുക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാകും. ഇതിൻ്റെ മോൾ ഭാഗം മാത്രം നമുക്ക് കുക്കായിട്ട് വരേണ്ട സമയമേ വേണ്ടൂ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ 2 സൈഡും ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും കുക്ക് ചെയ്തെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. താങ്ക്